നമസ്തേ, ഞാൻ ശിവൻ പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ്ഡിൻ്റെയൊക്കെ റാങ്ക് അനുസരിച്ച് രാജ്യത്തെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോളേജുകളിലേക്കുള്ള 2025-26 അധ്യയന വർഷത്തിലോട്ടുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കുന്നു. ജോസ സീറ്റ് അലോക്കേഷൻ. രാജ്യത്തെ 31 NITകൾ, 23 IITകൾ, ട്രിപ്പിൾ ഐറ്റികൾ, GFTAകൾ, മറ്റ് സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സീറ്റ് അലോക്കേഷൻ നടപടികളാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാം, ജൂൺ 2-ാം തീയതിയാണ് ജെഇ അഡ്വാൻസ്ഡിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതിന് തൊട്ടടുത്ത ദിവസം ജൂൺ 3-ാം തീയതിയാണ് ജോസ സീറ്റ് അലോക്കേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജോയിൻ സീറ്റ് അലോക്കേഷൻ ഫോർ NITs, IIT, ട്രിപ്പിൾ ഐറ്റി ആൻഡ് GFTIകൾ. നമുക്കറിയാം, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരവസരം മാത്രമേ ഉള്ളൂ. 6 ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് IITകളും NITകളും ട്രിപ്പിൾ ഐറ്റികൾക്കൊക്കെ നമ്മൾക്ക് ധാരാളം കോഴ്സുകളും കോളേജുകളും ഒക്കെ ഉണ്ട്. 60,000-ൽ പരം സീറ്റുകളാണുള്ളത്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ഒരവസരം മാത്രം. IIT പ്രവേശനത്തിന് ജെഇ അഡ്വാൻസ്ഡിൻ്റെ റാങ്കും മറ്റ് പ്രവേശനത്തിന് ജെഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്കും ഉപയോഗിക്കും. ഓരോ അലോക്കേഷനിലും ഓരോ റൗണ്ടുകളിലും സീറ്റ് അലോട്ട് ചെയ്തവർക്ക് ഫീ പേയ്മെൻറ്റ്, സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക തുടങ്ങിയ പ്രോസസ്സുകൾ. അതോടൊപ്പം തന്നെ ക്വിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സീറ്റ് അലോക്കേഷനിൽ നിന്ന് വെളിയിൽ വരാനായിട്ടുള്ള അവസരങ്ങൾ. അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ, പേയ്മെൻറ്റ് അടച്ചില്ല എങ്കിൽ സീറ്റ് അലോക്കേഷനിൽ നിന്ന് ക്വിറ്റ് ആവുക. അങ്ങനെ നിരവധി നിയമങ്ങളിലൂടെ കടന്നു പോകുന്ന ജോസ സീറ്റ് അലോക്കേഷൻ. 6 റൗണ്ട് ജോസ സീറ്റ് അലോക്കേഷന് ശേഷമാണ് ജൂലൈ അവസാനത്തോടുകൂടി CSABൻ്റെ 2 ഓപ്പൺ റൗണ്ട് കൗൺസിലിങ്ങും NITക്കും ട്രിപ്പിൾ ഐറ്റിക്കും വേണ്ടി മാത്രമായി നടക്കുന്നത്. IIT പ്രവേശനത്തിന് ജോസ സീറ്റ് അലോക്കേഷൻ വഴി മാത്രമാണ് പ്രവേശനം. josa.nic.in ബിസിനസ് റൂള്. ഈ വർഷത്തെ പ്രവേശനത്തിന് നടപടികളുടെ കൃത്യമായ മാർഗ്ഗരേഖകൾ. നമുക്കറിയാം, ബ്രില്യൻ്റെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ബിനിൽ സാറിൻ്റെയും ബിനോയ് സാറിൻ്റെയും വളരെ വ്യക്തമായ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജോബി സാറിൻ്റെയും നിഖിൽ സാറിൻ്റെയും ഇൻ്റർവ്യൂ സെഷൻ ലൈവായിട്ട് ഇന്ന് വരുന്നുണ്ട്. അപ്പം അതിലൂടെ നിങ്ങൾക്ക് ഈ ബിസിനസ് റൂളിനെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രീവിയസ് ഇയർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക്. നമ്മളുടെ ജെഇ മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച്, ജെഇ അഡ്വാൻസ്ഡിന് വരാൻ പോകുന്ന റാങ്ക് അനുസരിച്ച് നമുക്ക് എന്താണ് സാധ്യത, ഏത് കോളേജിലെ ഏത് സീറ്റിനാണ് സാധ്യത എന്നൊക്കെ ഉള്ളതിന് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് നോക്കുന്നതും നല്ലതായിരിക്കും. രാജ്യത്തെ NITകളിൽ 2 തരത്തിലുള്ള സീറ്റുകളാണുള്ളത് നമുക്കറിയാം. കോഴിക്കോട് NITയിൽ നമ്മളെ പരിഗണിക്കുന്നത്, കേരളീയരെ പരിഗണിക്കുന്നത്, കേരളത്തിൽ +1 +2 പഠിച്ചവരെ പരിഗണിക്കുന്നത് ഹോം സ്റ്റേറ്റ് കോട്ടയിലും ബാക്കിയുള്ള NITകളിൽ ഓൾ ഇന്ത്യ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. വിദേശത്ത് +1 +2 പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പാസ്പോർട്ടിലുള്ള പെർമനൻ്റ് അഡ്രസ്സ് ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനത്തിലെ NITകളിലായിരിക്കും ഹോം സ്റ്റേറ്റ് കോട്ടയിൽ പ്രവേശനം നേടാൻ സാധിക്കുന്നത്. ഇപ്പോൾ പരിശോധിക്കുന്നത് ജോസ സീറ്റ് അലോക്കേഷൻ്റെ ഷെഡ്യൂളാണ്. ജെഇ അഡ്വാൻസ്ഡിൻ്റെ റിസൾട്ടിന് ശേഷം ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ചയാണ് നമുക്ക് ജോസ സീറ്റ് അലോക്കേഷന് വേണ്ടിയിട്ട് സൈറ്റ് ഓപ്പൺ ആവുന്നത്. നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടും ചോയ്സുകൾ ഫില്ല് ചെയ്യാനായിട്ടും ഒക്കെയുള്ള അവസരം ജൂൺ 3-ാം തീയതി മുതൽ ജൂൺ 12-ാം തീയതി വരെ ആയിരിക്കും. ഈ സമയത്ത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോയ്സ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ അവസരമുണ്ടാകും. അതിനിടയിൽ തന്നെ 2 പ്രാവശ്യം ട്രയൽ അലോട്ട്മെൻറ്റ്, മോക്ക് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. മോക്ക് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതുവരെ കൊടുത്തിരിക്കുന്നവരുടെ ഓപ്ഷൻ പരിഗണിച്ച് ഈ വർഷം ആദ്യ അലോട്ട്മെൻറ്റിൽ നമുക്ക് ഏത് കോളേജിലെ ഏത് സീറ്റാണ് കിട്ടാനുള്ള അർഹത എന്നുള്ളത് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വഴി അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിവതും 9-ാം തീയതിക്ക് മുമ്പ് തന്നെ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും 2 ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ ഏത് സീറ്റാണ് ലഭ്യമാകുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷവും ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. 12-ാം തീയതി, ജൂൺ 12-ാം തീയതിയാണ് ഓപ്ഷനുകൾ എൻട്രി ചെയ്യാനുള്ള ലാസ്റ്റ് അവസരം. പിന്നീട് ഒരിക്കലും ഈ 6 റൗണ്ടുകളിൽ ഒരിക്കൽ പോലും നമുക്ക് ചോയ്സുകൾ മാറ്റിക്കൊടുക്കാനുള്ള അവസരം ലഭ്യമാകുന്നതല്ല.
നമുക്കറിയാം OBC നോൺ ക്രിമിലെയർ EWS അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് 2025 ഏപ്രിൽ 1 ശേഷമുള്ളത് നിർബന്ധമായിട്ടുണ്ടാവണം. ഏത് റൗണ്ടിലാണോ നമുക്ക് OBC ആയിട്ടോ EWS ആയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അന്ന് തന്നെ നമ്മൾ ഏപ്രിൽ 1 ശേഷമുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അഡ്മിഷനുകളെല്ലാം റദ്ദായി അടുത്ത റൗണ്ടിൽ നമ്മളെ ജനറലായി പരിഗണിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇനി മുതൽ ജൂൺ 2 മുതൽ ഈ വർഷം പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാവരും, അത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നിരന്തരം സന്ദർശിക്കേണ്ട വെബ്സൈറ്റാണ് ജോസ സീറ്റ് അലോക്കേഷൻ്റെ josa.nic.in. ഓരോ ദിവസവും അലോട്ട്മെൻറ്റ് വരുന്നു. നമുക്ക് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം, ഫീസ് അടയ്ക്കണം. അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അവർ നമ്മളോട് കൊറി ചോദിക്കും. ആ കൊറിക്ക് മറുപടി കൃത്യമായിട്ട് നൽകണം. ഇല്ലെങ്കിലൊക്കെ നമ്മൾ ഈ അഡ്മിഷൻ പ്രൊസീജിയറിൽ നിന്ന് ഔട്ടാകും. അലോട്ട്മെൻറ്റ് വന്നാൽ നിർബന്ധമായും നമ്മൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും ഫീ പേയ്മെൻറ്റ് അടയ്ക്കുകയും ചെയ്യണം. ഫീ പേയ്മെൻറ്റ് അടച്ചില്ല എങ്കിൽ, സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ, കൊറിക്ക് കൃത്യമായി മറുപടി നൽകിയില്ല എങ്കിൽ ഈ അലോക്കേഷൻ നടപടികളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കും. അതുകൊണ്ട് കൃത്യമായിട്ടും എല്ലാ ദിവസവും ജോസയുടെ വെബ്സൈറ്റ് എല്ലാവരും നിരീക്ഷിക്കുകയും അവനവൻ്റെ പ്രൊഫൈലിൽ ഏതെങ്കിലും ഒരു കൊറി വന്നിട്ടുണ്ടോ എന്നുള്ളത് നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമുക്കറിയാം ഇതിനെല്ലാം വളരെ ചുരുങ്ങിയ കാലയളവിൽ മാത്രമേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 4-5 ഇടവേളകളിൽ ജൂലൈ 16 6 റൗണ്ട് കൗൺസിലിങ്ങുകളും നടക്കും, 6 റൗണ്ട് സീറ്റ് അലോട്ട്മെൻറ്റുകളും നടക്കും. അപ്പം അതിനിടയിൽ തന്നെ നമുക്ക് ചിലപ്പം പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ചിലപ്പോൾ സൈറ്റ് സ്ലോ ആവുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ നമുക്ക് സീറ്റ് അലോക്കേഷൻ ഫീസ് നേരത്തെ തന്നെ അടയ്ക്കാനുള്ള പ്രൊവിഷനുണ്ട്. അതും 12 കൊണ്ട് അവസാനിക്കും. ജനറൽ വിഭാഗത്തിന് 35,000 രൂപയും SC ST വിഭാഗത്തിന് 17,500 രൂപയുമാണ്. ജനറൽ OBC EWS വിഭാഗത്തിന് 35,000 രൂപയും SC ST PWD വിഭാഗത്തിന് 17,500 രൂപയുമാണ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ്. അത് നേരത്തെ തന്നെ അടച്ചു വെക്കുവാൻ, സൈറ്റ് ബിസി ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ നേരത്തെ തന്നെ അടയ്ക്കാനുള്ള സംവിധാനവുമുണ്ട്. നമുക്ക് ഇൻ കേസ് ഇനി സീറ്റ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരികെ വരികയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് വളരെ സുതാര്യമായ, വളരെ ലഘുവായ ഒരു നടപടിക്രമങ്ങളാണ് ജോസ സീറ്റ് അലോക്കേഷൻ. അപ്പോൾ 3 മുതൽ 12 വരെ രജിസ്ട്രേഷൻ, ചോയ്സ് ഫില്ലിംഗ് നേരത്തെ തന്നെ വേണമെങ്കിൽ പിന്നീട് അടയ്ക്കാൻ സൗകര്യമുണ്ട്. നേരത്തെ തന്നെ വേണമെങ്കിൽ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 3 തരത്തിലാണ് നമ്മൾ അലോട്ട്മെൻറ്റിനെ സമീപിക്കുന്നത്: ഫ്രീസ്, ഫ്ലോട്ട്, അതുപോലെ തന്നെ സ്ലൈഡ്. അതെന്താണെന്നുള്ളത് ബിനോയ് സാറിൻ്റെയും മിനിൽ സാറിൻ്റെയും വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടിയ സീറ്റ് മതി, ഇനി നമ്മളെ മുകളിലോട്ടുള്ള ഓപ്ഷനിൽ പരിഗണിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഫ്രീസ് ആണെന്നുള്ളതും, ഫ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലുള്ള എല്ലാ ഓപ്ഷനിലേക്കും നമ്മളെ പരിഗണിക്കണമെന്നുള്ളതും, സ്ലൈഡ് ആണെങ്കിൽ നമുക്ക് ഏത് സീറ്റാണോ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടിയിരിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ തന്നെ മറ്റു കോഴ്സുകൾക്ക്, ഹയറായിട്ട് കിടക്കുന്ന മറ്റു കോഴ്സുകൾക്ക് മാത്രം പരിഗണിച്ചാൽ മതി എന്നുള്ളതും നമ്മൾ പറയണം. അപ്പം നമ്മളിതൊന്നും കൊടുത്തില്ല എങ്കിൽ ഫ്ലോട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഫ്രീസ്, ഫ്ലോട്ട്, സ്ലൈഡ് എന്താണെന്നുള്ളതും നമ്മളുടെ ബിസിനസ് റൂൾ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് ചോയ്സ് കൊടുക്കാനുള്ള അവസരം നമുക്ക് IITകൾ കൊടുക്കാം, NITകൾ കൊടുക്കാം, IIITകൾ കൊടുക്കാം. കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും ഒക്കെ നമുക്ക് താല്പര്യമുള്ള എല്ലാ കോഴ്സുകളും കോളേജുകളുടെയും ഒരു ലിസ്റ്റ് തന്നെ നിങ്ങളെല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് ഇടകലർത്തി നമ്മളുടെ താല്പര്യം എന്താണോ, IIT ആയിരിക്കുമല്ലോ, ഇപ്പോൾ JEE അഡ്വാൻസ്ഡ് എഴുതിയവർക്ക് IIT ഓപ്ഷനുകൾ കൊടുക്കാം. അതിനുശേഷം നമുക്ക് NIT ഓപ്ഷനുകൾ കൊടുക്കാം, IIIT ഓപ്ഷൻ കൊടുക്കാം. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള NITയിൽ കൊടുക്കുന്നതിനേക്കാളും ഒത്തിരി ബെറ്റർ ആയിരിക്കും. വളരെ മെച്ചപ്പെട്ട IIITകൾ പ്രവേശനത്തിന് സീറ്റുകൾ അലോക്കേറ്റ് ചെയ്ത്. അപ്പം അതൊക്കെ അനുസരിച്ച് നിങ്ങൾ വ്യക്തമായിട്ടും ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഒരു ഓപ്ഷനുകൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം. അത് ഫില്ല് ചെയ്യാനുള്ള അവസരം 12 വരെയുണ്ട്. അത് ശരിയാണോ, അതനുസരിച്ച് ഈ വർഷം നമുക്കൊരു സീറ്റിന് സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് ജൂൺ 9 ജൂൺ 11 നടക്കുന്ന ട്രയൽ അലോട്ട്മെൻറ്റ്, മോക്ക് അലോട്ട്മെൻറ്റ് വഴി അറിയാനും അതിനുശേഷം വീണ്ടും ചേഞ്ച് ചെയ്യാനുമുള്ള അവസരമുണ്ടായിരിക്കും. ചോയ്സുകൾ തന്നെ ലോക്കാവും. 12 നമുക്ക് വേണമെങ്കിൽ 11 12 ചോയ്സുകൾ ലോക്ക് ചെയ്യാം.
ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാൾ നമ്മളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് മാൽ പ്രാക്ടീസ് നടത്തില്ല, ചോയ്സുകളൊന്നും മാറ്റം വരുത്തില്ല എന്ന് ഉറപ്പാക്കാൻ നമ്മൾ തന്നെ കൊടുത്തത് അവസാനം ഒരിക്കൽ കൂടി പരിഗണിച്ച് ഒരിക്കൽ കൂടി പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തി നമുക്ക് തന്നെ വേണമെങ്കിൽ ചോയ്സ് ലോക്ക് ചെയ്യാം. പിന്നെ ആർക്കും അത് ചേഞ്ച് ചെയ്യാനാവില്ല, നമുക്കും ചേഞ്ച് ചെയ്യാനാവില്ല. അതുപോലെ തന്നെ നമുക്കിനി ഇൻ കേസ് നമ്മൾ കൊടുക്കാത്തൊരു ഓപ്ഷനൊക്കെയാണ് അലോക്കേഷൻ വന്നതെങ്കിൽ നമുക്കൊരു തെളിവായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാനുള്ള അവസരമുണ്ട്. ഇൻ കേസ് ഇനി നമ്മൾ ലോക്ക് ചെയ്തില്ല എങ്കിൽ പോലും സിസ്റ്റം അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആകുന്നതും ബാക്കിയുള്ള എല്ലാ അലോട്ട്മെൻറ്റുകളിലും നമ്മളെ പരിഗണിക്കുന്നതുമാണ്. നമുക്ക് ഈ 6 അലോക്കേഷനുകളിൽ OBC ആയിട്ടോ EWS ആയിട്ടോ റിസർവേഷൻ അനുസരിച്ച് കിട്ടിയിട്ട് ആ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ തൊട്ടടുത്ത റൗണ്ടിൽ നമ്മളെ ജനറലായിട്ട് പരിഗണിക്കും. പിന്നെ ഒരിക്കലും നമുക്ക് ആ റിസർവേഷൻ്റെ ആനുകൂല്യം ലഭ്യമാവുകയുമില്ല. അങ്ങനെ ആദ്യത്തെ സീറ്റ് അലോട്ട്മെൻറ്റ് ഈ വർഷത്തെ അധ്യയന വർഷത്തിൽ ആരൊക്കെയാണ് IIT മദ്രാസ്, IIT മുംബൈ, അതുപോലെ തന്നെ NIT കാലിക്കറ്റിലൊക്കെ പഠിക്കുന്നതെന്നുള്ള അറിയുന്നത് 13-ാം തീയതി, ജൂൺ 25-ാം തീയതി അതിൻ്റെ വെരിഫൈ ഒക്കെ ചെയ്തിട്ട് ജൂൺ 14-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ജോസയുടെ സൈറ്റിൽ തന്നെ ലോഗിൻ ചെയ്യുമ്പം യു ഹാവ് ആൻ അലോട്ട്മെൻറ്റ്, നമ്മൾക്ക് ഒരു കോളേജിലെ ഒരു സീറ്റ് അലോക്കേറ്റ് ചെയ്തു. IIT മദ്രാസ് കമ്പ്യൂട്ടർ സയൻസ്, NIT കാലിക്കറ്റ്, CS, ഇതിലേതെങ്കിലും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്, നിങ്ങളുടെ റാങ്ക് അനുസരിച്ച്, നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ച് നിങ്ങൾക്കൊരു സീറ്റ് അലോക്കേറ്റ് ചെയ്യും. നമ്മളുടെ റാങ്കിനും റിസർവേഷനും അതിന് അർഹതയില്ല എങ്കിൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന ചോയ്സിന് ആ അർഹതയില്ല എങ്കിൽ യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് റൗണ്ട്. ഈ റൗണ്ടിൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ഇല്ല. അടുത്ത റൗണ്ടിൽ നിങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് പരിഗണിക്കും. ഇവിടെ നമുക്കൊരു സീറ്റ് കിട്ടിയില്ല എങ്കിൽ അടുത്ത റൗണ്ടിലോട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, അടുത്ത റൗണ്ടിൽ നമ്മളെ ഓട്ടോമാറ്റിക് പരിഗണിക്കും. ഇവിടെ ഒരു സീറ്റ് കിട്ടിയാൽ ഓൺലൈൻ റിപ്പോർട്ടിംഗ്, നമ്മളെങ്ങും പോകണ്ട, NIT കാലിക്കറ്റിലോ IITകളിലോ ഒന്നും പോകണ്ട. ആദ്യത്തെ 6 റൗണ്ടുകളും ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നമ്മൾ എങ്ങും പോകേണ്ടതില്ല. അലോട്ട്മെൻറ്റ് വന്നു, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഫീ പേയ്മെൻറ്റ് നമ്മൾ ഓൾറെഡി നേരത്തെ അടച്ചിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ട, ഇല്ലെങ്കിൽ നമുക്ക് ഫീ പേയ്മെൻറ്റ് അടയ്ക്കാം. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ക്ലാസ് 10, ക്ലാസ് 12, അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ അനുസരിച്ചാണ് കിട്ടിയെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് അതിലെന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ, ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ കുറി വരും. IIT ആണെന്നുണ്ടെങ്കിൽ IITയിൽ നിന്നുള്ള കുറി വരും, NIT ആണെങ്കിൽ NITയിൽ നിന്നുള്ള കുറി വരും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്ന സഫീഷ്യൻ്റ് അല്ല, മാറ്റി ചെയ്യണമെന്ന് പറയും. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് ജൂൺ 20 വരെയാണ് ആദ്യത്തെ റൗണ്ടിൽ. ജൂൺ 20 കൊണ്ട് ഫസ്റ്റ് റൗണ്ട് അവസാനിക്കും. 13-ാം തീയതി ഇത് വെരിഫൈ, അത് അവരുടെ പ്രോസസ്സാണ്. 14-ാം തീയതി അലോട്ട്മെൻറ്റ് വരുന്നു. 14-ാം തീയതി മുതൽ 18-ാം തീയതി വരെ നമുക്ക് ഫീ പേയ്മെൻറ്റ് അടയ്ക്കാം, സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്, നമ്മൾ നേരത്തെ പേയ്മെൻറ്റ് അടച്ചിട്ടില്ല എങ്കിൽ 18-ാം തീയതിയാണ് ഫീ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. 19-ാം തീയതി ആ പേയ്മെൻറ്റ് അവർ ചെക്ക് ചെയ്യും. എന്തെങ്കിലും അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കും. സർട്ടിഫിക്കറ്റുകളുടെ കുറി ഉണ്ടാകും. അതിൻ്റെ എല്ലാം ലാസ്റ്റ് ജൂൺ 20-ാം തീയതി കൊണ്ട് ഫസ്റ്റ് റൗണ്ട് അവസാനിക്കും. ആ സമയം കൊണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കുറി വന്നാൽ അതിന് മറുപടി പറഞ്ഞ് പേയ്മെൻറ്റൊക്കെ കറക്റ്റാക്കി സീറ്റ് അലോക്കേറ്റ് ചെയ്തവർ ഉറപ്പാക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അലോട്ട്മെൻറ്റ് വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് പരിഗണിക്കും. അലോട്ട്മെൻറ്റ് വന്നാൽ അത് NIT ആയിക്കോട്ടെ, IIT ആയിക്കോട്ടെ, IIIT ആയിക്കോട്ടെ, GFT ആയിക്കോട്ടെ, അലോട്ട്മെൻറ്റ് വന്നാൽ നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ മൊത്തമായിട്ടും ഈ സീറ്റ് അലോക്കേഷനിൽ നിന്ന് നമ്മൾ പുറത്താകും. 2-ാം റൗണ്ടിലോ 3-ാം റൗണ്ടിലോ ഒന്നും നമ്മളെ പരിഗണിക്കില്ല. പിന്നെ IITക്ക് നമുക്ക് വേറെ അലോട്ട്മെൻ്റ് ഇല്ല. പിന്നെ NITക്കും IIITക്കും CSAB അലോക്കേഷനിൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്കൊരു സീറ്റ് കിട്ടി, NIT ആദ്യം കിട്ടി. അടുത്ത റൗണ്ടുകളിൽ IIT ആണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തണം. IITയിൽ നിന്ന് NITകളിലോട്ടോ, NITകളിൽ നിന്ന് IITകളിലോട്ടോ മാറിയാൽ ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വീണ്ടും ചെയ്യേണ്ടതുണ്ട്. വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം NIT കിട്ടി, നമ്മൾ പേയ്മെൻറ്റ് അടച്ചു, സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തു, തൊട്ടടുത്ത് IIT കിട്ടുന്നതെങ്കിൽ വീണ്ടും നമ്മൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യണം. അത് നമ്മൾ ഉറപ്പാക്കണം. തിരിച്ചും ഏതെങ്കിലും ഒരു IITയിൽ ഏതെങ്കിലും ഒരു കോഴ്സാണ് കിട്ടി, അത് കഴിഞ്ഞപ്പോൾ NIT കാലിക്കറ്റിൽ അടുത്ത റൗണ്ടിൽ എപ്പോൾ കിട്ടിയാലും വീണ്ടും നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യണം എന്നുള്ളതും ഓർമ്മയിലിരിക്കട്ടെ. പേയ്മെൻറ്റ് ഒരു പ്രാവശ്യം അടച്ചാൽ മതിയാകും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ
നമ്മളോട് ചോദിക്കും ഫ്രീസാണോ ഫ്ലോട്ടാണോ സ്ലൈഡാണോ എന്ന്. നമുക്ക് കിട്ടിയത് മതി. NIT കാലിക്കറ്റിൽ CS കിട്ടി, അല്ലെ IIT മദ്രാസിൽ CS കിട്ടി, ഇനി മതി, ഇനി നമ്മളെ പരിഗണിക്കേണ്ടതില്ല. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടിയാൽ ഓട്ടോമാറ്റിക് ഫ്രീസാണ്. പിന്നെ നമ്മളെ ഒന്നും വേണ്ടില്ല, നമ്മളൊന്നും പറയേണ്ടതില്ല. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് പേയ്മെൻറ്റ് അടച്ച് പിന്നെ ജൂലൈ 16 ശേഷം എന്നാൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ മതിയാകും. അതല്ല, നമുക്ക് ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 10 കൊടുത്തു, 8ാമത്തേതാണ് കിട്ടിയതെങ്കിൽ 9ഉം 10ഉം പോയി, ഇനി നമ്മളെ പരിഗണിക്കില്ല. 8ന് നമ്മൾ ഫീസ് അടച്ചു, നമുക്ക് സീറ്റ് കിട്ടി, 8 നമ്മൾ സീറ്റ് അക്സെപ്റ്റ് ചെയ്തു. 1 മുതൽ 7 വരെ ഉള്ളതിനെ നമുക്ക് അടുത്ത റൗണ്ടുകളിലെല്ലാം പരിഗണിക്കും. എപ്പോൾ പരിഗണിക്കേണ്ട എന്നുള്ളത് നമ്മൾ ഫ്രീസ് ചെയ്തുകൊണ്ട് പറയണം. നമ്മൾ എല്ലാത്തിനും പരിഗണിക്കണമെങ്കിൽ ഫ്ലോട്ടാണ്, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫ്ലോട്ടാണ്. സ്ലൈഡാണെങ്കിൽ നമുക്ക് കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂഷനിലെ തന്നെ ഹയർ ഓപ്ഷനിൽ കിടക്കുന്ന മറ്റ് കോഴ്സുകളിലേക്ക് പരിഗണിക്കും. ഇത് നമ്മളിവിടെ പറയണം. അങ്ങനെ പറയുമ്പോൾ നമ്മളെ അടുത്ത റൗണ്ടിൽ പരിഗണിക്കും. വീണ്ടും ജൂൺ 21 2ാമത്തെ റൗണ്ട് പ്രഖ്യാപിക്കും. ആദ്യമായിട്ടാണ്, ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെയാണ് ആദ്യമായിട്ട് കിട്ടിയതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സുകളിലൂടെ എല്ലാം കടന്നു പോകണം. ഇവിടെ ഒരു NITയിൽ നിന്ന് മറ്റൊരു NITയിലോട്ടാണ് മാറ്റം വരുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടത്, ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. ഒരു IITയിൽ നിന്ന് മറ്റൊരു IITയിലോട്ടാണ് മാറ്റം കിട്ടിയെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. ഇവിടെ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യണം. NITയിൽ നിന്ന് IITയിലോട്ടാണ് കിട്ടിയെങ്കിൽ എല്ലാ പ്രോസസ്സും ചെയ്യണം. IITയിൽ നിന്ന് NITയിലോട്ടാണ് കിട്ടിയതെങ്കിലും എല്ലാ പ്രോസസ്സുകളിലൂടെയും കടന്നു പോകണം. അത് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 25. ഇനി നമുക്ക് ഈ സിസ്റ്റം വേണ്ട, നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. ജൂൺ 22 മുതൽ 26 വരെ. അതിൻ്റെ ഫലം 27 പറയും. അങ്ങനെ 2ാമത്തെ റൗണ്ട് ജൂൺ 27 അവസാനിക്കും. വീണ്ടും ഇതേ പ്രോസസ്സുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. റൗണ്ട് 3 ജൂൺ 28 പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് കോളേജുകൾ മാറ്റമാണെന്നെങ്കിൽ NIT to NIT ഒക്കെയാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ ഈ പ്രോസസ്സുകളിലൂടെ എല്ലാം നിങ്ങൾ കടന്നു പോകണം. അവിടെയും നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിന് വെളിയിൽ വരാൻ, നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ IITക്ക് വേണ്ടിയിട്ടും പരിഗണിക്കില്ല, NITക്കും പരിഗണിക്കില്ല, IIITക്കും പരിഗണിക്കില്ല. ഈ സിസ്റ്റത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വിഡ്രോവൽ, ഈ ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. 3rd റൗണ്ടിലും ക്വിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. 4ാമത്തെ റൗണ്ട് ജൂലൈ 4 പബ്ലിഷ് ചെയ്യും. പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 8 അവിടെയും ക്വിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ദെൻ റൗണ്ട് 5 എത്തിയിരിക്കുന്നു. അതായത് നമുക്കൊരു IIT സീറ്റ് കിട്ടി, അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസാണ്. NITകൾക്ക് പിന്നെ നമുക്കൊരവസരവും കൂടി ഉണ്ട്. പക്ഷേ IITയുടെ അവസാന റൗണ്ട് നടക്കാൻ പോവുകയാണ്, 6ാമത്തെ റൗണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് IIT ക്വിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് പോകും. IIT പ്രവേശനത്തിന് ജോസ സീറ്റ് അലോക്കേഷൻ മാത്രമേ ഉള്ളൂ, വേറെ സ്പോട്ട് അലോട്ട്മെൻറ്റോ സീസാബോ ഒന്നുമില്ല. അപ്പം 5ാമത്തെ അലോട്ട്മെൻറ്റ് വന്നു. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ഈ സിസ്റ്റത്തിൽ നിന്ന് വെളിയിൽ വരാൻ, ക്വിറ്റ് ചെയ്തിട്ട് നമുക്കൊരു IIT അഡ്മിഷൻ നിൽക്കുന്നത്, ഇനി IIT വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാം. നമുക്ക് അല്ല, ഈ സിസ്റ്റത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ 6ാമത്തെ റൗണ്ടിൽ വന്നു. ഫൈനൽ റൗണ്ട് ഓഫ് IIT. ഇവിടെയും NITയും IIITയും ഒക്കെ ഉണ്ട്, പക്ഷേ IITകളുടെ ഫൈനൽ റൗണ്ടാണ്. അങ്ങനെ നമുക്ക് IITയുടെ സൊല്യൂഷനിലോട്ട് വന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വിറ്റ് ചെയ്യാനുള്ള അവസരം ഇല്ല എന്ന് മനസ്സിലാക്കും. IITയിൽ നിന്ന് ക്വിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്വിറ്റ് ചെയ്യണമായിരുന്നു, ഇവിടെ നമുക്ക് ക്വിറ്റ് ചെയ്യാനുള്ള അവസരമില്ല. നമ്മൾ നിർബന്ധമായിട്ട് പോയി ചേർന്നേ പറ്റുള്ളൂ. അതിൻ്റെ പേയ്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് 21. അങ്ങനെ 22 ജൂലൈ 22 ജോസ സീറ്റ് അലോക്കേഷൻ്റെ 6 റൗണ്ടുകൾ പൂർണ്ണമാവുന്നത്. അപ്പം IITകളുടെ ഈ വർഷത്തെ പ്രവേശനം തീർന്നു. JEE അഡ്വാൻസ്ഡ് 2025 അനുസരിച്ചുള്ള IITകളിലെ 23 IITകളിലെയും 17,000-ഓളം സീറ്റും ഇവിടെ അലോക്കേറ്റ് ചെയ്ത് തീർന്നു. ഇനി IIT പ്രവേശനമില്ല. ഇനി JEE അഡ്വാൻസ്ഡ് 2026 വെച്ച് 2026 അടുത്ത വർഷത്തെ പ്രവേശനം മാത്രമേ ഉള്ളൂ. വീണ്ടും NIT ക്വിറ്റ് ചെയ്യാനുള്ള അവസരം, നിങ്ങൾക്കൊരു NIT സീറ്റോ IIIT സീറ്റ് ആണെങ്കിൽ ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. 16 മുതൽ 22 വരെയാണ്. അങ്ങനെ അത് 28 അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ 35,000 അടച്ചിട്ടുള്ളൂ. ഇവിടെ ആകുമ്പോഴേക്കും ജൂലൈ 23 തൊട്ട് 27 വരെ ആകുമ്പോഴേക്കും പാർഷ്യൽ
ഫീസ്, അക്സെപ്റ്റൻസ് ഫീസ്, പാർഷ്യൽ അഡ്മിഷൻ ഫീസ് PAF നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CSABിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് NIT IIIT നിന്ന് ക്വിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് NIT പ്ലസ് സിസ്റ്റത്തിൽ വേണമെങ്കിൽ PAF പാർഷ്യൽ അഡ്മിഷൻ ഫീ നമുക്ക് അടയ്ക്കാം. അതോടൊപ്പം തന്നെ CSABിന് നമുക്ക് പ്രവേശനത്തിന് വേണ്ടിയിട്ട് CSABിൻ്റെ വെബ്സൈറ്റിലോട്ട് വേണമെങ്കിൽ നമുക്ക് പോകാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ സമയമാകുമ്പോഴേക്കും IITയുടെ സൈറ്റ്, IIT പ്രവേശനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ IITകളുടെ സൈറ്റ് നോക്കണം, NITകളുടെ അതാത് സൈറ്റുകൾ നോക്കണം. അതാത് സൈറ്റുകളിൽ ബാലൻസ് ഫീസ് അടയ്ക്കാനായിട്ട് NIT ആണെങ്കിൽ നമുക്കറിയാം 1.25 ലക്ഷം രൂപ, 1.25 lakhs per year. IITകളാണെങ്കിൽ 2.5 lakhs per year. IIITകളാണെങ്കിൽ 2.5 lakhs per year. ആ സമയത്ത് അതാത് വെബ്സൈറ്റുകളിൽ ഇതിൻ്റെ ഫീസ് അടയ്ക്കേണ്ട കാര്യങ്ങൾ, എന്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, എന്നൊക്കെയാണ് ക്ലാസ്സുകൾ തുടങ്ങേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതാത് ഹോം വെബ് പേജുകളിൽ IIT മദ്രാസ് ആണെങ്കിൽ മദ്രാസിൻ്റെ വെബ് പേജ്, NIT കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റിൻ്റെ, IIT മുംബൈ ആണെങ്കിൽ മുംബൈയുടെ വെബ്സൈറ്റ് നോക്കി അതിൻ്റെ ഫീസ്, ബാക്കി ഫീസ് അടയ്ക്കാനുള്ള കാര്യങ്ങൾ, റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഓരോ സ്ട്രീം അനുസരിച്ച് CS, EC, ഇലക്ട്രിക്കലിനനുസരിച്ച് റിപ്പോർട്ടിംഗ് ഡേറ്റ് ഉണ്ടാവും. അതനുസരിച്ച് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ 28 ജൂലൈ 28 വരെയാണ് ജോസ സീറ്റ് അലോക്കേഷൻ ഈ വർഷത്തത്. അതിനുശേഷം CSABിൻ്റെ 2 സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ, ഈ NITയിലോ IIITയിലോ ആണ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്ക് CSABിൽ പങ്കെടുക്കാം. നിങ്ങളിപ്പോൾ NITയിൽ കാലിക്കറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സാണ് നിൽക്കുന്നത്, അതിനേക്കാളും താല്പര്യമുള്ളൊരു കോഴ്സ് NIT CS CSABിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും CSABിൽ പങ്കെടുക്കാം. IITയിൽ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നവരെ മാത്രമേ CSABിൽ പങ്കെടുപ്പിക്കാത്തതുള്ളൂ. അപ്പോൾ അങ്ങനെ CSAB അലോക്കേഷൻ റൗണ്ടായിട്ട് ഈ 28 ശേഷം നടക്കും. അവിടെയും നമ്മൾ 25,000 പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കാനായിട്ടുണ്ട്. ഈ സീറ്റ് അലോക്കേഷനിലെല്ലാം നമുക്ക് പേയ്മെൻറ്റ് ക്വിറ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് വരാനായിട്ട് ബ്ലാങ്ക് ചെക്ക് ക്രോസ് ചെയ്തതോ അല്ലെങ്കിൽ നമ്മുടെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുമുണ്ട് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത്. 2025-26 അധ്യയന വർഷത്തിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. 2-ാം തീയതി നമ്മൾ ഏറ്റവും കാത്തിരുന്ന JEE അഡ്വാൻസ്ഡ് IIT പ്രവേശനത്തിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കും. അതിനുശേഷം ജൂൺ 3-ാം തീയതിയാണ് ജോസ സീറ്റ് അലോക്കേഷൻ. അതോടൊപ്പം തന്നെ +1+2 വിദേശത്ത് പഠിച്ചവർക്ക് ദാസ സ്കീം, ദാസ സീറ്റ് അലോക്കേഷൻ വഴി NITകളും IIITകളും ഒക്കെ ദാസ അലോട്ട്മെൻറ്റ് മറ്റൊരു ഷെഡ്യൂളിലൂടെ വരികയും ചെയ്യും. അപ്പം ജോസ സീറ്റ് അലോക്കേഷന് വേണ്ടിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം JEE ചാനലിൽ ജോബി സാറിൻ്റെയും നിഖിൽ സാറിൻ്റെയും വീഡിയോ സെഷനുകളുണ്ട്, ബിനിൽ സാറിൻ്റെയും ബിനോയ് സാറിൻ്റെയും സെഷനുകളുണ്ട്. ബിസിനസ് റൂള് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഈ വീഡിയോയുടെ താഴെയും അതുപോലെ വരുന്ന വീഡിയോയുടെ താഴെയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ആഡ് ചെയ്യുക. കൃത്യമായിട്ടും അതിനുള്ള മറുപടിയൊക്കെ ആയിട്ട് ഞങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ലൈവ് സെക്ഷനുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോളേജുകൾ, നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാകും, IITകൾ, NITകൾ, കോഴ്സുകൾ, കോളേജുകൾ, അതിനെയൊക്കെ തിരിച്ചറിയാനായിട്ട് ജോബി സാറിൻ്റെ സെഷനുകളുണ്ട്. കൃത്യമായിട്ടും ആദ്യം നല്ലൊരു ചോയ്സുകൾ ഉണ്ടാക്കുക. ഏറ്റവും നല്ലൊരു ഭാവിക്കായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഓക്കെ, ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.